അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമല്ലേ? നല്ല സുഖകരമായൊരു ലൈഫ് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് കമൻറ്റുകൾ വന്നു. ഉസ്താദേ, ലൈഫിലൊരു സമാധാനമില്ല, എപ്പോഴും പിണക്കാണ്. ചെറിയ ചെറിയ തമാശ രൂപേണുള്ള പിണക്കങ്ങളൊക്കെ ലൈഫിൽ വേണം കേട്ടോ. ഇതങ്ങനെയല്ല, സീരിയസ് ആയ പിണക്കം. ഒരു കാരണമില്ലാതെ ഞങ്ങളിങ്ങനെ പിണങ്ങും. എപ്പോഴും പിണക്കമായിട്ട് ലൈഫ് തന്നെ വെറുത്തുപോയി എന്ന് പറഞ്ഞ ആളുകളുണ്ട്. എന്തെല്ലാം ചെയ്തു കൊടുത്താലും ഭർത്താവ് ദേഷ്യത്തോടെ സംസാരിക്കൂ. ഞാൻ എന്ത് ചെയ്തു കൊടുത്താലും അവൾ എന്നെ താല്പര്യത്തോടെ നോക്കുന്നില്ല എന്ന് സങ്കടത്തോടെ പറഞ്ഞ ഭർത്താക്കന്മാർ. അങ്ങനെ രണ്ടുപേരോടും പറയട്ടെ, പിണക്കങ്ങൾ അധികരിക്കാതിരിക്കാൻ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ 6 കാര്യങ്ങൾ നമ്മളിന്ന് പഠിക്കുകയാണ്. നമുക്കറിയാം, വിവാഹമെന്ന് പറയുന്നത് ഏറെ ഹൃദ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹത്തിലൂടെ നമുക്ക് സമാധാനമുണ്ടാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സമാധാനമില്ല എങ്കിൽ ആ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല, അല്ലേ? ഭാര്യ ഭർത്താക്കന്മാരൊരു നാണയത്തിൻ്റെ ഇരുവശം പോലെയാണ്. രണ്ടുപേരും അവരുടെ സങ്കടങ്ങളിലും സന്തോഷത്തിലും ഒക്കെ പങ്കുചേർന്ന് ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ 6 കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തേത്, റൊമാൻറ്റിക്കായി പെരുമാറുക, അല്ലെങ്കിൽ ലവ് ഫീലിംഗ് പരസ്പരം ഉണ്ടാക്കിയെടുക്കുക. ഭാര്യയ്ക്ക് ഭർത്താവിന് ഇഷ്ടമാണ്, ഭർത്താവിന് ഭാര്യയെ ഇഷ്ടമാണ്, പക്ഷേ അത് അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്നാൽ ഫീൽ ചെയ്യിപ്പിക്കണമെന്നാണ്. ഭാര്യയ്ക്ക് ഭർത്താവിന് ഇഷ്ടമാണെന്നുള്ളത് ഭർത്താവിന് തോന്നണം, ഭർത്താവിന് ഭാര്യ ഇഷ്ടമാണെന്നുള്ളത് ആർക്ക് തോന്നണം? ഭാര്യയ്ക്ക് തോന്നണം. ഇത്തിരിയൊക്കെ അതിനെന്ത് ചെയ്യണം? ഇത്തിരി ഡ്രാമാറ്റിക്കായിട്ടൊക്കെ ചിലപ്പോൾ നമുക്ക് പെരുമാറേണ്ടി വന്നേക്കാം. അങ്ങനെയാണ്, റൊമാൻറ്റിക് ലൈഫ് വേണം. നമുക്ക് മാതൃകയില്ലേ സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവിക്ക് പാല് കറന്നു കൊടുക്കുമായിരുന്നു ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവളിങ്ങനെ മെൻസ്ട്രൽ പെയിനൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അടുക്കളയിൽ പോയിട്ട് ഒരു ഗ്ലാസ് ചായ ഇട്ട് കൊണ്ടുവന്ന് അവൾക്ക് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കെട്ടിയവൻ്റെ വീട്ടുകാർ പറയും, പെങ്കോന്തൻ ഉമ്മ കിടന്നിട്ട് അവന് ഇത്തിരി വെള്ളം തന്നിട്ടില്ല. അവിടെ അവൻ്റെ കെട്ടിയവൾ കിടന്നപ്പോൾ അവൻ കൊണ്ടുപോവുകയാണ് വെള്ളം. അവക്കടെ തലയണ മന്ത്രോട്. ഓ, എന്താണ് പെങ്കോന്തൻ, അയ്യേ അവക്കടെ അടിമയായിട്ടുണ്ടവൻ എന്നൊക്കെ പറയുന്ന മനുഷ്യരില്ലേ. ഇതൊക്കെ അയ്യയ്യേ നാണക്കേട്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇസ്ലാം ഒരിക്കലും അതിന് അടിമയായിട്ടല്ല കാണുന്നത്. അത് പരസ്പരമുള്ള ഏറ്റവും ഹൃദ്യമായ ലവ് ഫീലിംഗ് ആയിട്ട് തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാല് കറന്ന് കൊടുത്തു എന്നല്ല, ഒരു ഗ്ലാസ്സിൽ പാല് കറന്നിട്ട് ആയിഷ ബീവിയുടെ വായിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? നമുക്ക് അറിയുന്ന ഹദീസാണല്ലേ. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കുടിച്ചു കഴിഞ്ഞപ്പോൾ ആ ഗ്ലാസ് ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് പുണ്യനബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ ചുണ്ട് പതിഞ്ഞ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പാല് കുടിക്കുകയാണ്. എന്ത് രസമായിരിക്കും! സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. നമ്മളത് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യണമെന്നേ. പലപ്പോഴും ഭർത്താവ് കഴിച്ചതിൻ്റെ ബാക്കി ഭാര്യ കഴിക്കും, ഭാര്യ കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കുന്ന ഭർത്താക്കന്മാർ എത്ര പേരുണ്ട്? വിരളമാണ്. അതിലൊന്നൊരു അടിമത്വമൊന്നുമില്ല. പരസ്പരം മനസ്സിലാക്കി രണ്ടുപേരുടെയും ലവ് പരസ്പരം മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് ആ ജീവിതം ഏറെ ഹൃദ്യമായി തീരുന്നത്, ഇല്ലേ? ഒരു മഹദി പറഞ്ഞില്ലേ, ഭാര്യയെ നിൻ്റെ അടിമയായിട്ടല്ല, അവളെ നിൻ്റെ രാജ്ഞിയായി നീ കാണുകയും ആ രാജ്ഞിയുടെ രാജാവായി നീ മാറുകയും ചെയ്താൽ എത്ര മനോഹരമായിരിക്കും ലൈഫ്. ഷീസ് നോട്ട് യുവർ സ്ലേവ്, അവൾ നിൻ്റെ അടിമയല്ല എന്നാണ്. അപ്പോൾ ഒന്നാമത്തേത് ലവ് ഫീലിംഗ് അല്ലെങ്കിൽ റൊമാൻസ് പരസ്പരം മനസ്സിലാകുന്ന രീതിയിലാകുക. രണ്ടാമത്തേത്, പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുക, ബഹുമാനിക്കുക. പരസ്പര ബഹുമാനം വേണം. അതായത് ബഹുമാനമൊക്കെ കെട്ടിയവനായി എനിക്ക് മാത്രം, അവൾക്കൊരു ബഹുമാനവും വേണ്ട എന്നുള്ള ചിന്ത ഉണ്ടല്ലോ, അത് പാടില്ല. അതിനാണ് യഥാർത്ഥത്തിൽ അടിമ മനോഭാവം എന്ന് പറയുന്നത്, അടിമത്വ മനോഭാവം. രണ്ടുപേരും മനുഷ്യരാണ്, അല്ലേ? രണ്ടുപേർക്കും റെസ്പെക്റ്റ് ആവശ്യമാണ്. രണ്ടുപേരും ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ്. ജനമധ്യത്തിൽ വെച്ച് അവളെ ഇടിച്ച് താഴ്ത്തി സംസാരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ജനമധ്യത്തിൽ വെച്ച്, നാട്ടുകാർക്കിടയിൽ വെച്ച്, അല്ലെങ്കിൽ കുടുംബക്കാർക്കിടയിൽ വെച്ച് ഭർത്താവിൻ്റെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഭാര്യയാകാൻ പാടില്ല. ചില ഭർത്താക്കന്മാരുണ്ട്, എങ്ങനെയുണ്ട് ലൈഫൊക്കെ, എങ്ങനെ അതൊരു സാധനമാണ്, അതിങ്ങനെ 24 മണിക്കൂർ അവിടെയാണ്, 24 മണിക്കൂർ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഭാര്യയുടെ കുറ്റം പറയുന്ന, ജനമധ്യത്തിൽ അവളെ ഇടിച്ച് താഴ്ത്തുന്ന ഭർത്താക്കന്മാർ, അവരുടെ ജീവിതത്തിലൊരു സന്തോഷം ഉണ്ടാവില്ല. അവർക്ക് എപ്പോഴും പിണക്കങ്ങളും പരിഭവങ്ങളായിരിക്കും. ലൈഫിൽ പിണക്കങ്ങൾ കുറഞ്ഞു വന്ന് സന്തോഷം അധികരിക്കണോ? പരസ്പരം റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ലൈഫായിരിക്കണം എന്നാണ്. മൂന്നാമത്തെ, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുക, പുറത്തു കൊടുക്കുക. മനുഷ്യരാണ്, അല്ലേ? മനുഷ്യരാണ്, തെറ്റുകളുണ്ടാകും. അവർക്ക് പുറത്തു കൊടുക്കുന്ന ഒരു മനോഭാവം നമ്മിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്.
ജനമധ്യത്തിൽ വെച്ച് അവരെ പരിഹസിക്കുന്ന ഏർപ്പാടും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്. ഭാര്യയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ നാട്ടുകാരെ കാണുക അവളെ വല്ലാതെ ഒച്ചയെടുത്ത് ആക്രോശിക്കുന്ന, അവളുടെ നേരെ ഏതോ ഒരു ഞാൻ വലിയ വീരനാണെന്ന് തോന്നിപ്പിക്കുമാറ് അവളോട് കുരക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. അയ്യേ, അതൊക്കെ ബോറൻ സംസ്കാരമാണ്. ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അടുക്കളയിൽ നിന്നിങ്ങനെ പായസം ഉണ്ടാക്കുകയാണ്. അപ്പോഴാണ് ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ ഒരു കുട്ടിയുടെ കയ്യിൽ കുറച്ച് പായസം കൊടുത്തു വിടണേ. സഹിക്കുമോ ആയിഷ ബീവിക്ക്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടെ പായസം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഹഫ്സ ബീവിയുടെ അടുക്കൽ നിന്നൊരു കുട്ടി പായസമായിട്ട് വരുന്നത്. ആ പായസം മുത്തുനബി തങ്ങളുടെ കയ്യിലേക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ വന്നിട്ട് ഒരൊറ്റ തട്ടങ്ങട് തട്ടി. അവിടെയൊക്കെ മുഴുവൻ പായസമായി, റൂം മുഴുവൻ പായസമായി. അതിങ്ങനെ ചിന്നിച്ചിതറിപ്പോയി. നിങ്ങൾ ചിന്തിച്ചു, നമ്മുടെ ഭർത്താക്കന്മാരായിരിക്കും എന്താണ് അവസ്ഥ, എന്തായിരിക്കും? അവിടെ ബദർ യുദ്ധം നടക്കൂലേ? അല്ലാഹുവിൻ്റെ ഹബീബ് ചെയ്തെന്താണെന്നറിയോ? സുബ്ഹാനല്ലാഹ്, ഇത്രമേൽ മഹോന്നതരായ വ്യക്തിത്വമാരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങൾ ആ കുഞ്ഞിനോട് പറഞ്ഞു, വിഷമിക്കണ്ട കേട്ടോ, ഇന്ന് ഉമ്മാക്ക് ഇത്തിരി ദേഷ്യം കൂടുതലാ, സാരല്ല പോട്ടെ. എന്നിട്ട് ആ മഹാമനീഷി ചെയ്തെന്താണെന്നറിയോ? അവിടെ താഴെയങ്ങിരുന്നിട്ട് സ്വന്തം കൈകൊണ്ട് ആ താഴ്ഭാഗം പായസം വീണ ഇടമെല്ലാം വൃത്തിയാക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടായിരുന്നു മുത്തുനബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? അവളുടെ മാറിടങ്ങൾ ഒടിഞ്ഞു തൂങ്ങിയത് നിൻ്റെ കുഞ്ഞിന് പാല് കൊടുത്തിട്ടാണ്. അവളുടെ വയറിൽ പാടുകൾ വീണത് നിൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചിട്ടാണ്. അവൾക്ക് ആരോഗ്യത്തിൽ പ്രയാസങ്ങളുണ്ടായത് നിൻ്റെ ഭാരം ചുമന്നിട്ടാണ്, ഇല്ലേ? അവളുടെ കൈകളിൽ ആകെ വരകൾ വീണു പോയത് നിൻ്റെ വസ്ത്രങ്ങൾ അലക്കിയിട്ടാണ്. നിനക്ക് വേണ്ടിയാണ് അവൾ ജീവിക്കുന്നത്, അല്ലേ? നിനക്ക് സംസാരിക്കാൻ ഒരുപാട് ആളുകളുണ്ടാകും, പക്ഷേ അവൾക്ക് നീയേ ഉള്ളൂ എന്നുള്ളൊരു ബോധ്യത്തിൽ അവൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുക, അവൾക്ക് വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടെ പരസ്പരം പെരുമാറുക. രണ്ടുപേർക്കും ആ ഒരു വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകണം. എങ്കിൽ പിണക്കങ്ങൾ കുറഞ്ഞ് സ്നേഹം വർദ്ധിക്കാൻ അത് കാരണമായി തീരുമെന്നാണ്. നാലാമത്തേത്, സാമ്പത്തിക വിഷയത്തിൽ ഭാര്യയെ പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ, ഭർത്താവാണല്ലോ ഭാര്യയുടെ ചിലവുകളൊക്കെ നോക്കേണ്ടത്. അവൾക്ക് ആഗ്രഹങ്ങളുണ്ടാകും, അവളുടെ ആഗ്രഹങ്ങൾ ചോദിച്ചറിയാം. അതൊന്നും ചോദിക്കാത്ത ചില ഭർത്താക്കന്മാരുണ്ട്. അവർ പെരുന്നാളിന് എന്തെടുത്ത് കൊടുക്കണോ അതിടണം. അങ്ങനെയല്ല, അവളോട് ചോദിക്കണം, നിനക്ക് എന്ത് വേണം? നിൻ്റെ സാമ്പത്തിക ഭദ്രതയിൽ നിന്നുകൊണ്ടായിരിക്കണം ഭർത്താവിനോട് ഭാര്യ പറയേണ്ടത്. ഭർത്താവിന് കൊക്കിലൊതുങ്ങാത്തൊക്കെ പറഞ്ഞ ആ പാവത്തിനെ കൊണ്ടുപോയി കടത്തിൽ ചാടിക്കുന്ന ഭാര്യയാകാനും പാടില്ല. അത് ദാരിദ്ര്യം ഉണ്ടാക്കി തീർക്കും. അങ്ങനെയല്ല, അവരുടെ കൊച്ചു ആഗ്രഹങ്ങൾ, അവൾക്ക് ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. ഇടയ്ക്കൊരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കണം, എവിടെയെങ്കിലുമൊക്കെ ഭർത്താവിനൊപ്പം ഒന്ന് യാത്ര ചെയ്യണം, നിൻ്റെ ബൈക്കിൽ നിന്നോടൊപ്പം ചേർന്നിരുന്നൊന്ന് യാത്ര ചെയ്യണം, അല്ലെങ്കിൽ നിന്നോടൊപ്പം കാറിലൊന്ന് യാത്ര ചെയ്യണം, ഊട്ടിയിലൊന്ന് പോകണം, മൂന്നാറൊന്ന് പോകണം, അല്ലേ? അവൾക്ക് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ സ്വപ്നങ്ങളായിട്ട് കിടപ്പുണ്ടാവും. നിരന്തരം പോകുന്നവർക്കൊന്നൊരു വിഷയമല്ല. പക്ഷേ ഇതൊക്കെ മനസ്സിൽ വെച്ച് ഒരു ചെറിയ ആഗ്രഹങ്ങൾ പോലും, കടയിൽ നിന്നൊരു മിഠായി പോലും എൻ്റെ ഭർത്താവ് സ്നേഹത്തോടെ എനിക്ക് വാങ്ങിത്തന്നിട്ടില്ല എന്ന് പറയുന്ന എത്രയോ ഭാര്യമാരുണ്ടെന്നറിയോ? നമുക്കത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അല്ലാഹു തആല ലൈഫിൽ സന്തോഷം നൽകുമാറാകട്ടെ. അപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ ചോദിച്ചറിഞ്ഞ് അവർക്ക് വസ്ത്രം എന്ന് പറഞ്ഞാൽ അമിതത്വം ഒന്നിലും കാണിക്കരുത്. മാസാമാസം 3-4 ജോഡി എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ അമിതത്വമാണ്. അള്ളാൻ്റെ അടുക്കൽ മറുപടി പറയേണ്ടി വരും. ആവശ്യാനുസരണം വസ്ത്രങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവൾക്ക് ഭക്ഷണം വേണോ, എന്ത് വേണോ, അത് അവളുടെ ഒരാഗ്രഹങ്ങൾക്കനുസൃതമായി നീ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞാൽ അത് പരസ്പരം ഇണക്കം വർദ്ധിക്കാൻ അത് നിമിത്തമാണ് എന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുകയാണ്. 5-ാമത്തേത്, ഇസ്ലാമിക് നോളജ് ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് പരസ്പരം വർദ്ധിപ്പിക്കുക. രണ്ടുപേരും ഇങ്ങനെ ബെഡ്റൂമിലിരിക്കുമ്പോൾ, ബെഡ്റൂമാണ് എല്ലാത്തിനും നല്ലത്. നമ്മൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യണം. ഒരു കാര്യം ഭാര്യയിൽ നിന്നൊരു തെറ്റ് കണ്ടാൽ അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നൊരു തെറ്റ് കണ്ടാൽ പുറത്ത് വെച്ച് ബഹളം ഉണ്ടാക്കാതെ അവളോട് സ്നേഹത്തോടെ ബെഡ്റൂമിൽ ചെന്നിട്ട്, മോളെ അങ്ങനെ ചെയ്ത് ശരിയായില്ല കേട്ടോ, ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടതെന്ന് പറഞ്ഞു നോക്കിയേ, നല്ല അനുസരണയുള്ള ഭാര്യയെ അവൾ മാറും. എന്നാൽ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എതിർത്ത് ബഹളം ഉണ്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കുടുംബജീവിത കലഹമായിട്ടത് മാറുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മളാകാൻ പാടില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പറഞ്ഞ വിഷയം ഇസ്ലാമിക് നോളജ് വർദ്ധിപ്പിക്കുക. ബെഡ്റൂമിൽ കിടക്കുന്ന സമയത്തൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കുക. മുത്തുനബി അങ്ങനെയായിരുന്നു. ഞാൻ എൻ്റെ വൈഫിനോട് ചോദിച്ചു, ഖദീജ ബീവിയുടെ ആണ്ടിൻ്റെ അന്നേ, അല്ല മോളെ നിനക്ക് ഖദീജ ബീവിനെ പോലെ ആയിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൾ പറയാം, നിങ്ങൾ മുത്തുനബി ആയാൽ ഞാൻ ഖദീജ ബീവി ആയിക്കോളാം സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്കെല്ലാം പറയാറുണ്ടോ? ഞാൻ മുത്തുനബി ആയാൽ എന്ന് പറഞ്ഞാൽ, മുത്തുനബിയാന്ന് പറഞ്ഞാൽ അവിടത്തെ പോലെ സ്വഭാവം ഞാനായാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതൊരിക്കലാകാൻ പറ്റില്ല നമുക്ക്, എന്നാലും ശ്രമിച്ചു വെക്കാമെന്നാണ് അല്ലേ? അതിനെ ഹബീബായ തങ്ങളെ അനുധാവനം ചെയ്യുന്ന നിലയിൽ നിങ്ങൾ മുത്തുനബിയെ പോലെ ആയാൽ ഞാൻ ഖദീജ ബീവിനെ പോലെ ആയിക്കോളാം.
പരസ്പരം മുത്തുനബിയും ഖദീജ ബിയുമായി ലൈഫ് ഒന്ന് ആസ്വദിച്ച് നോക്കിയേ, രസമായിരിക്കും. അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. 6-ാമത്തേത് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. ഭാര്യയുടെ കുടുംബക്കാരെ ഭർത്താവ് വകവെക്കാതിരിക്കുക, ഭർത്താവിൻ്റെ കുടുംബക്കാരെ ഭാര്യയും വിലവെക്കാതിരിക്കുക. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും ആ ലൈഫിൽ പ്രശ്നങ്ങൾ ഒഴിഞ്ഞ നേരം ഉണ്ടാവില്ല. വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. മനസ്സിലാകുന്നുണ്ടോ? എപ്പോഴും ഭാര്യ വീട്ടുകാരുമായി ഭർത്താവിന് നല്ല ബന്ധം വേണം, ഭർത്താവിൻ്റെ വീട്ടുകാരുമായി ഭാര്യയ്ക്ക് നല്ല ബന്ധം വേണം. കൂടുതൽ ഭാര്യമാർ അതിലൊന്ന് ശ്രദ്ധിക്കണം നല്ലതാണ്. കാരണം ഭർത്താവിൻ്റെ ഉമ്മയുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. ഞാൻ ഈ അടുത്തൊരു കൗൺസിലിംഗ് സെഷനിൽ ഹാജരായപ്പോൾ ഒരു പെൺകുട്ടി പറഞ്ഞത്, ഭർത്താവിൻ്റെ ഉമ്മ എങ്ങനെയുണ്ട്? അവരെ ഒന്നും മിണ്ടാറില്ല, ഞാനങ്ങോട്ട് പോകാറില്ല. അങ്ങനെയല്ല. അവർ മിണ്ടാതിരിക്കുക ചെയ്യട്ടെ, നിങ്ങൾ അവരെ പോയി കയ്യിലെടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. ഇത്രയും പോകുന്ന കെട്ടിയോനെ നിങ്ങൾ കയ്യിലെടുക്കണില്ലേ? എന്തെല്ലാം പറഞ്ഞ് പുന്നാരിച്ചൊക്കെ നിങ്ങൾ കയ്യിലെടുക്കണില്ലേ? എത്ര സിമ്പിളാണ് ഉമ്മമാരെ കയ്യിലെടുക്കാൻ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ. അങ്ങനെ നിങ്ങൾ ആ ഉമ്മാനെയും പെങ്ങന്മാരെയും സഹോദരങ്ങളെയൊക്കെ ഒന്ന് കയ്യിലെടുത്ത് നോക്കിയേ. നിങ്ങളുടെ വീട്ടുകാരെ പൊന്നുപോലെ കൊണ്ടു നടക്കും ഭർത്താക്കന്മാർ. അങ്ങനെ പരസ്പരം മനസ്സിലാക്കി ഒന്ന് ജീവിച്ചു നോക്കിയേ. ആ ലൈഫിൽ പിണക്കങ്ങൾക്ക് സാധ്യത വളരെ കുറവാണ്. ഇത്ര ഹൃദ്യമായ ലൈഫായിരിക്കും അത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇസ്ലാമിക് നോളജ്, 5-ാമത്തെ പറഞ്ഞു അല്ലേ, ഇസ്ലാമിക് നോളജ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? പരസ്പരം നല്ല നല്ല വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസ് ഷെയർ ചെയ്യുകയെന്ന് പറഞ്ഞാൽ, ഇന്ന് പിണങ്ങിയിരിക്കുന്ന ദിവസമാണെങ്കിൽ ഭാര്യയോട് പിണങ്ങുന്ന ഭർത്താവിന് അള്ളാഹ് കൊടുക്കുന്ന ശിക്ഷ എന്താണ്? അടിപൊളി വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ അവിടെ നിന്ന് ഭർത്താവിനെ അനുസരിക്കാത്ത ഭാര്യ നരകത്തിലാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഹദീസ് അയച്ചു കൊടുക്കുക. അങ്ങനെ നിങ്ങളുടെ പോട്ടി തീർക്കാൻ വേണ്ടി പരസ്പരം പോരടിക്കാൻ വേണ്ടിയിട്ടാകരുത്. അല്ലാതെ സ്നേഹത്തോടെ ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ അയച്ചു കൊടുക്കുക. നമ്മുടെ റസാ വ്ളോഗ്സിൽ ലിങ്കൊക്കെ ഉണ്ടല്ലോ, ഭാര്യ ഭർത്താവിനെ അയച്ചു കൊടുക്കുന്നേ, ഭർത്താവ് ഭാര്യയൊക്കെ അയച്ചു തരട്ടെ. അങ്ങനെ പരസ്പരം ഇസ്ലാമിക് നോളജുകളൊക്കെ വർദ്ധിപ്പിക്കുക. അപ്പോൾ 6 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ 6 കാര്യങ്ങൾ ലൈഫിൽ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ. പിണക്കങ്ങൾ കുറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലുടനീളം സ്നേഹം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അല്ലാഹു തആല ഹൃദ്യമായ ലൈഫ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.